ഹായ് എവരിബഡി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ആം, ഈസ്, ആർ എന്ന വാക്കുകളെ കുറിച്ചാണ് അല്ലേ. അതിൻ്റെ അർത്ഥം ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ട് എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ്, വേർ എന്ന രണ്ട് പദങ്ങളെക്കുറിച്ചാണ്. വാസ്, വേർ. ആം, ഈസ്, ആർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ്, ഒരു വാക്കാണ് വാസ് അല്ലെങ്കിൽ വേർ. അതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കും. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്നാണ് അർത്ഥം. ഐ വാസ് എ പോലീസ്മാൻ. ഐ വാസ് ഹാപ്പി. ഹീ വാസ് ഹാപ്പി. ദേ വേർ ഹാപ്പി. അല്ലേ? ഒരാളെക്കുറിച്ചാണെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കുകയും ഒന്നിലധികമുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വേർ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ദേ വേർ ബിസിനസ്മെൻ. അവർ ബിസിനസ്സുകാരായിരുന്നു എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ദേ വേർ ടീച്ചേഴ്സ്. അതേപോലെ വി വേർ ഹാപ്പി. വി വേർ പോലീസ്മാൻ. വി വേർ റെസ്പോൺസിബിൾ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് അല്ല എന്നെങ്ങനെ നമ്മൾ പറയാം? ദേ വേർ നോട്ട് ടീച്ചേഴ്സ്. ദേ വേർ നോട്ട് ബിസിനസ്മെൻ. ദേ വേർ നോട്ട് സോൾജേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം there is a boy in the room എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതേപോലെ തന്നെ there is എന്ന് പറയുന്ന പോലെ തന്നെ there were, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? there were so many people. അപ്പോൾ പിന്നെ നമ്മുടെ സ്കൂളിൽ 500 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. there were 500 students in our school. there were ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലും റൂമിനകത്താണെങ്കിലൊക്കെ ആളുകൾ, വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയാനും നമ്മൾ there were എന്ന് ഉപയോഗിക്കാറുണ്ട്. there വാസ് എന്ന് പറയും, ഒരു വസ്തുവാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ there വാസ് എന്ന് പറയും. ഒന്നിലധികമുണ്ടെങ്കിൽ നമ്മൾ there were എന്നും പറയും. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് സെൻറ്റൻസിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ മാറ്റിയാൽ, അതായത് സ്വാപ്പ് ചെയ്താൽ, ആദ്യത്തെ വാക്ക് രണ്ടാമതായിട്ടും രണ്ടാമത്തെ വാക്ക് ആദ്യമായിട്ടും കൊണ്ടുവന്നാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി വാസ് എ ടീച്ചർ എന്നതിനെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആക്കുക. ഹി വാസ് എ ടീച്ചർ എന്നതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വാസ് ഹി എ ടീച്ചർ? Okay, they were teachers. Were they teachers? They were they എന്ന് പറയും അല്ലേ. അതിനെ were they എന്ന് ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ മാറ്റുമ്പോൾ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് 6 സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ട്. ആം, ഈസ്, ആർ ഉപയോഗിച്ചിട്ട് 3 സെൻറ്റൻസും ഇന്നത്തെ സെൻറ്റൻസിൽ വാസ്, വേർ ഉപയോഗിച്ചിട്ടുള്ള 3 സെൻറ്റൻസും. 3 സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാസോ വേറോ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക, അതിനെ നെഗറ്റീവ് ഉണ്ടാക്കുക, അതിനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇതിനോട് കൂടെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഒരു 5 സെൻറ്റൻസ് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഒരു 5 സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുക. അടുത്ത ഒരു സെൻറ്റൻസ് പാറ്റേണുമായി അടുത്ത ദിവസം കാണുന്നവരെ ഗുഡ് ബൈ.